ഒരുപാട് അവസരങ്ങൾ തുറന്നു തരുന്ന ഒരു മേഖലയാണ് എഞ്ചിനീയറിംഗ്. നമുക്കറിയാം, നമ്മൾ രാവിലെ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മളെ വിളിച്ചുണർത്തുന്ന അലാം തൊട്ട്, നമ്മുടെ കോസ്റ്റ്യൂംസ് തൊട്ട്, നമ്മുടെ വാഹനങ്ങൾ തൊട്ട്, അതിലുള്ള ഇന്ധനങ്ങൾ തൊട്ട് അല്ലേ, നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തൊട്ട്, ഇതെല്ലാം എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്? എഞ്ചിനീയറിങ്ങിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിന് സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് നിസ്സംശയം എഞ്ചിനീയറിംഗ് ഇല്ലാതെ ഈ വേൾഡ് ഇല്ല അല്ലേ. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് പഠനം എങ്ങനെയാണ്? 3 രീതിയിലാണ് നമുക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോസിബിൾ ആവുന്നത് ആഫ്റ്റർ +2. ബിടെക് 4 വർഷത്തെ ഡിഗ്രിയാണ്. +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ക്രൈറ്റീരിയ. എന്നിട്ടോ ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, JEE, KEAM, കുസാറ്റ് പോലുള്ള എക്സാമിനേഷൻസ് ക്രാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബിടെക്കിന് അഡ്മിഷൻ നേടാം. എന്നാൽ ഈ എൻട്രൻസ് എക്സാമിനേഷൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കേസ് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോളി ഡിപ്ലോമ വഴി പഠിച്ചുകൊണ്ട് ലെറ്റ് എക്സാം എഴുതിക്കൊണ്ടും ബിടെക്കിലോട്ട് അഡ്മിഷൻ സാധ്യതയുണ്ട്. ITI വഴി ലെറ്റ് എഴുതി പോളി ദെൻ ബിടെക്, ഇങ്ങനെ ഒരു ഓപ്ഷനും പോസിബിളാണ്. എപ്പോഴും ബിടെക് പഠിക്കണമെന്ന് കുട്ടികൾ പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ അവരോട് പറയാറുള്ളൊരു കാര്യം, ബിടെക് എന്ത് പഠിക്കുന്നു എന്നതിലപ്പുറം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് എവിടെ പഠിക്കുന്നു എന്നുള്ള കാര്യമാണ്. ബിടെക് എവിടെ പഠിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ 23 IITs ഉണ്ട്, 31 NITs ഉണ്ട്, 26 IIITs ഉണ്ട്. ബിടെക് എയിം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും JEE മെയിൻസോ അഡ്വാൻസോ ഒക്കെ ക്വാളിഫൈ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണമെന്ന് ഞാൻ പറയുകയാണ്.